ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തക്കാളി ചോറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ കഷ്ണം സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, തക്കാളി, എഗ്ഗ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കയുടെ ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പറയാൻ വിട്ടുപോയി, നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് റൈസ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസിൽ എഗ്ഗ് കാണിച്ചിട്ട് തക്കാളി ചോറെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെക്ക് എന്ത് പറ്റിയെന്നല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഷടപടയെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തിരി പെരിഞ്ചീരക പൊടി, ഉപ്പ്, നേരത്തെ പറഞ്ഞ ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലീക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലീക്സും അതുപോലെ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. എഗ്ഗിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് കീറിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒന്ന് വഴച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയുടെ ചെറിയ പീസാണ് എടുത്തേക്കുന്നത്. കൂടെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരക പൊടി, ഉപ്പ് എല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് നീക്കി വെച്ചതിന് ശേഷം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന എഗ്ഗ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത്. ഫസ്റ്റ് ആഡ് ചെയ്യാച്ചാൽ ആ ഫ്ലേവർ വിട്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യേണ്ടത്. കാരണം പൊടികളും ഉള്ളി, തക്കാളി എല്ലാം വഴറ്റിയിടുന്ന സമയത്തേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് മിക്സായി ഒരു ഗ്രേവി പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഒന്ന് അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിയിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്നിട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇന്നിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഐറ്റം ടൊമാറ്റോ എഗ് റൈസ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ല കളറിലാട്ടോ ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചോറ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇത്ര ഉണ്ടാവില്ല. ഇതാവുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട, പപ്പടോ അച്ചാറോ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് പപ്പടവും പിന്നെ ബീട്രൂട്ടിൻ്റെ പിക്കിളാട്ടോ എടുത്തേക്കുന്നത്. അടിപൊളിയായിരുന്നു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.